മോർണിംഗ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് വ്ളോഗാണ് കേട്ടോ ചെയ്യണത്. ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാം. രാവിലെ എൻ്റെ കുറച്ച് നേരമായി, പക്ഷെ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ചുമ്മാ പ്ലാൻ പറഞ്ഞ് നടക്കായിരുന്നു. ഇന്നലെ നല്ലോണം വൈകിയാണ് കിടന്നത്. യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് വ്ളോഗില്ലേ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്ളോഗ്, അതിന് മോണിറ്റൈസേഷൻ, അതിൻ്റെ ആഡ്സ് വരുന്നതൊക്കെ യൂട്യൂബ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യൂസിൽ എന്തൊക്കെയോ പ്രശ്നം കാണിക്കുന്നത്. അതായത് ശരിക്കും വ്യൂസ് ഒരു 80,000 ആണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അത് കാണുമ്പോൾ 60,000 ആയിട്ടാണ് കാണിക്കാം. ശരിക്കും 20,000 ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എന്തെങ്ങനെ നമുക്ക് അത് മെയിൽ ചെയ്യലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ മോണിറ്റൈസേഷൻ ഇന്നാണ് ഓൺ ചെയ്തത്. പക്ഷെ അത് സാരില്ല കേട്ടോ, ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ വ്യൂസ് എന്തായാലും ഡിഫറൻസ് കാണിക്കുന്നത് വേറെ ആർക്കും അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് ടെൻഷൻ എന്താണാവോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കണം. ഞാൻ ഇതുവരെ നമ്മുടെ വ്ളോഗിൽ ഇഡ്ഡലി ഉണ്ടാക്കണം കാണിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് തോന്നുന്നു. നമ്മുടെ മാവ് റെഡിയാണ് കേട്ടോ. നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ കുറച്ച് കട്ടി വേണമല്ലോ. നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് വലിയ തട്ടാട്ടോ, ഇതിലിപ്പോൾ ഒരെണ്ണത്തിൽ 6 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 തട്ട് മുഴുവൻ ഉപയോഗിക്കേണ്ടി വരില്ല. നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ തടവാട്ടോ. ചിലർ തുണി ഇടില്ല അല്ലേ? എനിക്ക് തോന്നുന്നു തുണി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി എളുപ്പത്തിൽ കിട്ടും എന്നുള്ളത്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ടേ. പക്ഷെ അങ്ങനെ തുണി ഇടാറില്ല കേട്ടോ, നമ്മളൊക്കെ എണ്ണ ഒഴിക്കാറ്. അപ്പം നമ്മൾ ദേ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഡ്ഡലി തട്ട് വെക്കാം കേട്ടോ. കുഞ്ഞ് ഇഡ്ഡലിയാണ്, ഇവന്തോ അധികം ഉണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞ് ഇഡ്ഡലിയാണ്. കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ ഇതുണ്ടല്ലോ സവോള, 2 സവോള നെയ്യിൽ ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ടുണ്ട്. കുറച്ച് ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് അത്രയേ ഉള്ളൂ. നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ അരച്ചെടുക്കാതെ കരിവേപ്പില ഇടണം കേട്ടോ. പക്ഷെ നമ്മുടെ കരിവേപ്പില അത്ര നല്ലതല്ല, കുറച്ച് പഴകിയതോ. അപ്പോൾ പിന്നെ അരച്ചെടുക്കണ കാര്യങ്ങളിലൊന്നും കരിവേപ്പില ഇടാറില്ല. ഇപ്പോൾ ഇനി പുതിയത് മേടിച്ചിട്ട് വേണം. അപ്പം അങ്ങനെ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് റൈസ് ഉണ്ടാക്കേണ്ട പറഞ്ഞില്ലേ, ബസ്മതി റൈസ് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കണതാണ് കേട്ടോ. വെള്ളം വറ്റിപ്പോയി, ഇത്ര പെട്ടെന്ന് ദൈവമേ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഞാൻ ആദ്യം പാലാണ് കേട്ടോ ഒഴിക്കണേ. എൻ്റെ ഉസിവ കഴിഞ്ഞു കേട്ടോ, ഇനി ഒരു പൊടിയും കൂടി ഉള്ളൂ. ഞാൻ ഒരുപാട് തവണ ഉസിവയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വണ്ണം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമോ, കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുമോ? അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല കേട്ടോ. ഇത് കുടിച്ചുകൊണ്ട് വണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. ജിമ്മിലൊക്കെ പോയിട്ട് വരുമ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇത് കുടിക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് ഒരു നോർമൽ ടേസ്റ്റാണ്, അത്ര ടേസ്റ്റും ഇല്ല, ഭയങ്കര വൃത്തിയായിട്ടോ ടേസ്റ്റും ഇല്ല ഇങ്ങനെ. അപ്പോൾ ഇത് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. മര്യാദയ്ക്ക് സമയത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു ആർഭാടാണ് ശരിക്ക്. പിന്നെ എനിക്ക് അങ്ങനെ അത്രയും സമയം അതിന് വേണ്ടി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പറയില്ല കേട്ടോ. കൊടുക്കാത്ത കാരണം കുടിക്കണമെന്നല്ലോ എന്തെങ്കിലും. നമ്മൾ സാധാരണ വെള്ളമല്ലേ കുടിക്കാറ്. ചിലപ്പോൾ ഗ്രീൻ ടീ കുടിക്കും, ചിലപ്പോൾ മറ്റത് കുടിക്കും, അങ്ങനെ മാറ്റി കുറച്ചൊക്കെ കുടിക്കും. അപ്പോൾ നമുക്കൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാം കേട്ടോ. കോളിഫ്ലവറൊക്കെ ഇട്ടിട്ട് കുറച്ച് കേടൊക്കെ ഉണ്ട്. മേടിക്കുമ്പോൾ തന്നെ ഉള്ളതാന്നേ. ഒട്ടും നല്ല വെജിറ്റബിൾസ് അല്ല ഇപ്പോൾ കിട്ടണത്. കുറച്ച് ബീൻസ് ഉണ്ട്, ക്യാരറ്റും ഉണ്ട് കേട്ടോ. ക്യാരറ്റും ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ കറി നമ്മൾ പനീറും മഷ്റൂമും കൂടി ഒരുമിച്ച് വെക്കാം. പനീർ മാത്രമാകുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, ഗ്രീൻ പീസ് ഇല്ല കേട്ടോ. ഇനി നമുക്ക് തേങ്ങയുണ്ട്, ചട്നി അരയ്ക്കാം. ഫസ്റ്റ് ചട്നി അരയ്ക്കാം, പിന്നെ അതേപോലെ ഉള്ളിച്ചമ്മന്തി അരയ്ക്കാം. അതിന് ശേഷം നമുക്ക് റൈസിൻ്റെ നുറുക്കൽ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ഇഡ്ഡലി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് ഇതിൻ്റെ മീതെ വെള്ളം തളിച്ചിടാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചൂടാറാൻ ഒരുപാട് സമയം എടുക്കില്ലേ. അപ്പം നമുക്ക് കഷ്ണങ്ങളും കൂടി വേഗം നുറുക്കി വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള പണി നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാമല്ലോ. പിന്നെ ഇനി അങ്ങോട്ട് സമയം കൂടുന്തോറും ഭയങ്കര ചൂടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ചൂട് കൂടുന്തോറും മടിയും കൂടും. അയ്യോ ഇപ്പോൾ തുടങ്ങണോ അങ്ങനെ ലേറ്റാക്കി ഉച്ചഭക്ഷണം 1:30 ആവും. ഓക്കെ, അപ്പോൾ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എടുക്കാം. ചൂടാറിയിട്ടുണ്ട്, നമുക്ക് എടുക്കാതെ. പക്ഷെ കുഞ്ഞ് ഇഡ്ഡലിയാണ് കണ്ടോ, കുഴപ്പമില്ല കേട്ടോ. ഇത്തവണത്തെ ഇഡ്ഡലി ഞാൻ ഇന്നലെ മാവ് നോക്കി അരച്ചതാണ്, ഇഡ്ഡലിക്ക് പറ്റുന്ന രീതിയിൽ അരച്ചതാണ്. നമുക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് ദോശയ്ക്ക് പറ്റുന്ന പോലെ ആക്കാം. പിന്നെ നമ്മൾ ഗ്രൈൻഡറിലാണ് കേട്ടോ അരയ്ക്കുന്നത്. ഗ്രൈൻഡർ ഉണ്ട്, ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടില്ലേ, കുറച്ചുകൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ അരയ്ക്കണേ, ഇത്ര അധികം 4 ദിവസത്തേക്കുള്ളത് എങ്ങനെ ഒരുമിച്ച് അരയ്ക്കണേ. ഗ്രൈൻഡറിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അങ്ങനെ അരച്ചെടുക്കാനായിട്ട്. ഉള്ളിച്ചമ്മന്തിക്കുള്ളത് നമ്മളിതിൽ വെള്ളം ചേർക്കുകയില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ തുടച്ചെടുക്കേണ്ടി വരും വെള്ളം ചേർക്കാത്ത കാരണം. നമ്മൾ വെള്ളം ഇല്ലാണ്ട് അരച്ചെടുത്താൽ തന്നെ അതേ കണ്ടോ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, നല്ല കട്ടിയായിട്ട്. പക്ഷെ ഭയങ്കര ഡ്രൈ ആവില്ല, ഇത് ഈ ഒരു പരുവത്തിലുണ്ടാവും. നമുക്കിത് എടുക്കാം പാത്രത്തിൽ.
പൂ പോലത്തെ ഇഡ്ഡലി. ചട്നി. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നത്. എഡിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. 2 പാത്രം ഉണ്ട് ഇനി കഴുകാനായിട്ട്, അതവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉച്ചക്കലത്തെ കഴിയുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് കഴുകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കുള്ളത് നമുക്ക് സെറ്റാക്കണം. എഡിറ്റിംഗ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 3/4 മണിക്കൂർ പണിയുണ്ട്. അപ്പോൾ 9:30 സമയം. രാവിലെ ചട്നി കുറച്ച് ദുരന്തമായിരുന്നു. കാരണം നമ്മൾ കൊത്തെടുത്തല്ലേ, ചട്നിക്കൊക്കെ കൊത്തെടുത്തിട്ട് ചട്നി അരയ്ക്കുമ്പോൾ നന്നാവുകയില്ല കേട്ടോ. പക്ഷെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ബാക്കി ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കൂട്ടാന് വേണ്ടിയിട്ട് കൊത്തെടുത്താൽ കുറച്ച് അധികമായി. അപ്പോൾ പിന്നെ അത് ഇനി എടുത്ത് വെച്ചാൽ ഇന്നിപ്പോൾ റൈസിന് ആവശ്യമില്ല. റൈസിനും കറിയില്ല, നമ്മൾ പനീർ കറിയല്ലേ ഉണ്ടാക്കണേ. അപ്പോൾ അതിനാവശ്യമില്ല. അതിന് നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ട്, അതെടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അതിനാവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ അതങ്ങോട്ട് എടുത്തു. കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തു കേട്ടോ, ചെറിയൊരു മഴ, മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ വിചാരിച്ചു ഭയങ്കര ഗംഭീരമായിട്ട് പെയ്ത് നല്ല ലൈക്ക് ക്ലൈമറ്റ് ഒക്കെ ഒന്ന് കാം ഡൗൺ ആവും വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ചൂട് ഇരട്ടിയായിന്ന് വേണം പറയാനായിട്ട്. അവിടെ നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ? ചില സ്ഥലത്തൊക്കെ പെയ്യുന്നുണ്ടല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കമന്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരൊന്നും അങ്ങനെ പെയ്യണമൊന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല ഇത്ര ചൂടില്ലാന്ന് തോന്നുന്നു. ഈ ചെയർ പിന്നെ ഇവിടെ കൊണ്ടിട്ടോ. ശരിക്കും അവിടെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ലേ, അവിടെ ആയിട്ടാണ് കൊണ്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മീത് നമ്മൾ ഫർ മെറ്റീരിയൽ ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യാം, അപ്പോൾ സമാധാനം ഉണ്ടല്ലോ. ഇന്നിട്ട് ഒരു ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടതാണ്. ഇത് എത്ര വർഷം പഴക്കമുള്ള സാധനമാണെന്ന് അറിയോ? ഇത് നമ്മൾ ബാംഗ്ലൂർ ഇരിക്കുമ്പോൾ തന്നെ OLX മേടിച്ചതാണ്. അപ്പം തന്നെ ഇതിന് 10 വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അത്രയും പഴക്കമുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇതൊക്കെ ഭയങ്കര പൊട്ടയായിരുന്നു. അപ്പോൾ നമ്മളൊരു 7 വർഷം മുമ്പ് അതെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവറ് ഞാൻ തുന്നിയിട്ടതാണ് കേട്ടോ. ഈ കവറ് 7 വർഷമായിട്ടാണ് ഈ തുന്നിയിട്ടിട്ട്. അതങ്ങനെ മോശമായിട്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മീതെ ഇവിടെ ചകിരിയാണ്. അപ്പം ചകിരി ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഹാർഡല്ലേ. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇത്രയും ഭാഗം സോഫ്റ്റ് ആയിട്ടുള്ള മറ്റേ സ്പോഞ്ച് ഉണ്ടല്ലോ, അത് മേടിച്ചിട്ട് അത് വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് അതിൻ്റെ മീതെ തുന്നിയിടുക ചെയ്തത്. അതൊക്കെ അങ്ങനെ ചെയ്യുക. എല്ലാം ഞാൻ തുന്നിയിടുക ചെയ്തത്. ഒരു ദിവസം ഫുൾ ഡേ ഇരുന്നിട്ട് ചെയ്തതാണ്. വെട്ടി അങ്ങനെ ഒട്ടിച്ചതാണ്. പിന്നെ അങ്ങനെ വെച്ചു. നമുക്ക് ഇനിയിപ്പോൾ എല്ലാം ഒരു തീരുമാനമായിട്ടാവാം. ഇവിടെ നിന്ന് മാറണില്ലേ എന്നൊക്കെ ഉള്ള തീരുമാനമായിട്ട് ഇനി എന്തായാലും മേടിക്കാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് ശരിയാക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഇത് ഫുള്ള് എടുത്തിട്ട് ഒന്നും കൂടി വേറൊരു തുണി മേടിച്ച് പ്രത്യേകിച്ച് വെൽവെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഇതിൻ്റെ മീതെ ഇതേപോലെ തന്നെ കവർ തുന്നിയിട്ടാൽ കൊള്ളാമെന്നുണ്ട്. നോക്കൂ, കളറൊക്കെ പോയിട്ട് ആകെ നാശമായി. അങ്ങനെ അപ്പോൾ ഞങ്ങൾ എന്തായാലും എഡിറ്റിംഗ് പരിപാടി നോക്കട്ടെ. കുട്ടി ഇവിടെ ഇരുന്ന് കളിക്കില്ലോ അല്ലേ. ഫൈനലി നമ്മുടെ എഡിറ്റിംഗ് തീർന്നു. അപ്ലോഡും ചെയ്തു കേട്ടോ. ഓറിയോ ഇഡ്ഡലി ഇല്ലേ, അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി അപ്ലോഡ് ആവുകയും ചെയ്തു. ഞാൻ തംബ്നെയിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതുണ്ടാക്കണതാണ്, ഞാൻ പറഞ്ഞില്ലേ ഓറിയോ ഇഡ്ഡലി ഉണ്ടാക്കണതാണ്. അത് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയ്ക്കും നല്ല റെസ്പോൺസ് ഉണ്ട് കേട്ടോ. പിന്നെ ഹെഗ്ഡേ എന്നാണ് കേട്ടോ, പൂജ ഹെഗ്ഡേ എന്നാണ്. എനിക്കറിയില്ല എന്താ പറ്റിയെന്നുള്ളത്. ഫുൾ ഞാൻ ഹെഗ്ഡേ ബേബി അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിന്നേ. ഏട്ടനുണ്ട് അടുത്ത് പറഞ്ഞു, നീ എന്താ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഇമ്മയ്ക്ക് ഫുൾ ടൈം ഇപ്പോൾ ശരിക്കും ഇത് കാണാൻ തന്നെ നേരമുള്ളൂ. കണ്ടോ, ഇതാണ് ഭയങ്കര ഇഷ്ടമായി ഇമ്മയ്ക്ക്. ഫുൾ ടൈം ഇതന്നെ കണ്ടോണ്ടിരിക്കുക അല്ലേ അമ്മ? എല്ലാവരും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാവരും കാണാൻ. ഇതേ ഞാൻ വന്നു പിങ്കി ചേച്ചി, ശരണ്യ, എല്ലാവരും നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അത് ചെയ്യുമ്പോൾ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, ഞാൻ രാവിലെ തന്നെ നുറുക്കി വെച്ചു. നമുക്ക് വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ളതിൽ പാത്രത്തിൽ 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. നമ്മൾ സാധാരണ വെക്കില്ലേ, സാധാരണ റൈസ് എല്ലാം കൂടി ഒരുമിച്ച് വെക്കണം, കുക്കർ റൈസ്. അതെങ്ങനെയാണ് അമ്പ് ഭയങ്കര എളുപ്പത്തിലാവുമല്ലോ. അപ്പൊ നമുക്ക് മസാലകളൊക്കെ ഇടാം കേട്ടോ. ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക വേണമെങ്കിൽ ഏലക്ക ഇടാം. ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. സവോള കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു സ്പൂൺ മതി കേട്ടോ നെയ്യ്. ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ റൈസ് ഒന്ന് നെയ്യിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടും കിട്ടുമല്ലോ.
മഞ്ഞ കളർ ഉണ്ടെങ്കിൽ നല്ലതല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പകുതി വെന്താൽ മതി, ബാക്കി പകുതി ഈ അരിയുടെ ഒപ്പം കിടന്നിട്ട് വെന്തോളൂല്ലോ, അത് കുഴപ്പമില്ല. കുറച്ച് മല്ലിയിലയും കൂടി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞരിഞ്ഞിടാം കേട്ടോ. ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പാത്രം ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഇതിൽ തന്നെ കറി ഉണ്ടാക്കാമല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ കോണിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അടയ്ക്കുമ്പോൾ ഓൾറെഡി വെള്ളം തിളച്ച കാരണം ഇത് കണ്ടോ ആവി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിസിൽ വെക്കുക. ആവി വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് വിസിൽ വെക്കാം, സിമ്മിൽ വെക്കാം. കറക്റ്റ് 3 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബിസിലിനാവിയൊക്കെ പോയില്ലേ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പുലാവ് റെഡി. ഇപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഇതെന്താണ്, ഇത് ഫോണാണ്, ഇത് ഒന്നുമില്ല കേട്ടോ. ഇതിൽ സിമ്മും അങ്ങനെയൊന്നുമില്ല, കേട് വന്ന ഫോണാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചു, സ്റ്റവിൻ്റെ അടുത്തല്ല, സ്റ്റവിന് ദൂരെയാണ്. അപ്പോൾ ഇത് ടൈം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സമയം കാണാൻ പറ്റുമല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫോൺ കംപ്ലീറ്റ്ലി കേടുവന്നു. ഒരു 8 വർഷം. അതെ, ഏട്ടനതിൽ ആദ്യം ഉണ്ടായിരുന്ന ഫോണാണ്. അപ്പോൾ 11 മണി കഴിഞ്ഞു, 11:03, 11:04 ആകുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കറിയുടെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. നമുക്ക് മഷ്റൂം പനീർ കറി ഉണ്ടാക്കാം. നമുക്ക് ഒരു സവോള, 1-1.5 സവോള എടുക്കാം കേട്ടോ. എന്താണ് സവോള നമുക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാക്കി ഒന്നും നുറുക്കണ്ട, നമുക്കിത് അരച്ചെടുക്കാം, അങ്ങനെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സവോള ഇങ്ങനെ സാധാരണ പോലെ തന്നെ അരിഞ്ഞാൽ മതി, കുറച്ച് വലുതാക്കി. അപ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ നുറുക്കി വെച്ചിരിക്കുന്ന സവോളയില്ലേ, അതിട്ട് കൊടുക്കാം കേട്ടോ. പതുക്കെ ഇട്ട് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മതി കേട്ടോ, അങ്ങനെ അരിയൊന്നും വേണ്ട. പിന്നെ തക്കാളി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് സവോളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ കാഷ്യൂ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നെയ്യൊന്ന് ജസ്റ്റ് ഒരു 5 കാഷ്യൂ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതൊക്കെ ആവട്ടെ. ആ ഗ്യാപ്പിൽ നമുക്ക് മഷ്റൂമും പനീറൊക്കെ മുറിക്കാം കേട്ടോ. ഇങ്ങനെ ഒരു മഷ്റൂം 4 കഷ്ണമാക്കാണ് ചെയ്യുന്നത്. നമുക്കൊന്നും കൂടി ചെറുതാക്കണമെങ്കിൽ ആവാട്ടോ. അതല്ല 2 കഷ്ണമാക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വലുതാവൂല്ലേ. ഇത് പാകാൻ തോന്നുന്നു. ഇങ്ങനെ ആക്കാതെ കറിയിലൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വേകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതാവുമല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു വലിപ്പം പാകാണ്. അപ്പം നമുക്ക് പനീർ മുറിക്കാം കേട്ടോ. പനീർ വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യണമെങ്കിൽ ആവാട്ടോ. നമുക്ക് നോക്കാം. വല്ലാണ്ട് ഇത് പൊടിഞ്ഞു പോകുന്നു തോന്നുകയാണെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. താങ്ക് യു ഏട്ടാ. ചൂടുണ്ടോ? നമ്മുടെ ഗ്രീൻ ടീ ആണ് കേട്ടോ. കയ്പ്പ്. അപ്പം നമുക്ക് ആ സവോള, തക്കാളി, കാഷ്നട്ടൊക്കെ ഇട്ടിട്ടില്ലേ, അതൊന്ന് അരച്ചെടുക്കണം. റൈസ് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. വിസിൽ പോയാൽ നോക്കാം. പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നൊന്നും അറിയാം. അല്ല ഏട്ടാ, അത് പുലാവ്. അത് ഞങ്ങള് അതെ. പിന്നെ എനിക്ക് തോന്നി കറി മസാലക്കറി പിന്നെ ബിരിയാണിയും കൂടി ആകുമ്പോൾ ഭയങ്കര ഹെവി ആവില്ലേ. അപ്പോൾ റൈസിൽ മസാലയൊന്നും ഇല്ലല്ലോ, മസാലക്കറി ഉണ്ടാക്കിയാൽ കുഴപ്പമില്ലല്ലോ. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കാം. ഇത് നമ്മുടെ ഗ്രേവി അല്ലേ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം. അയ്യോ, എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് ഈശ്വരാ. ഓക്കെ, സമാധാനപ്പെടൂ പ്ലീസ്. ഓക്കെ, ഇപ്പോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ശരിക്കും ഇതിൻ്റെ മസാല ഉണ്ട് കേട്ടോ. പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ കയ്യിലില്ല. നമുക്ക് സാധാരണ നമ്മുടെ മസാലപ്പൊടികൾ തന്നെ ഇടാം. സിമ്മിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ആകെ കരിഞ്ഞ് നാശമാവും. ലേശം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടിയും കുറച്ച് മാത്രമേ വേണ്ടൂ കേട്ടോ. പിന്നെ ഗരം മസാല ഇടാം. ഗരം മസാല നമുക്ക് 2 സ്പൂൺ ഇടാം കേട്ടോ. മുളോടി അങ്ങനെയാണ് പറയാ, ഏതൊരു സ്ഥലത്ത് അങ്ങനെ പറയാം. ഞാൻ ടിക്ടോക്കിൽ കേട്ടാ മുളോടി മുളവടി അല്ല മുളോടി. പിന്നെ
ഗരം മസാല കഴിഞ്ഞാൽ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഇതിൽ നമ്മൾ പച്ചമുളകും കുരുമുളകും ഒന്നും ഇടുന്നില്ല കേട്ടോ, മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ഗുമ്മിന് എൻ്റെ ഒരു പനീർ ബട്ടർ മസാല ഒന്നുമില്ല, ആകെ ഈ ബട്ടർ ചിക്കൻ മസാല ഉണ്ട്. അത് ഒരു ലേശം കേട്ടോ, ഇത് നല്ല അത്ര ഇട്ടിട്ടുണ്ട്, അത് മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവോള തക്കാളി അതിൻ്റെയൊക്കെ പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അപ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് സിമ്മിലാക്കി വേവിക്കാം. നമുക്ക് ആ സവാള തക്കാളി ഒരു ഹാഫ് കുക്ക്ഡ് ആയിരുന്നില്ലേ, അതൊന്നും കൂടി ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് വേവിക്കാം കേട്ടോ. ആ ഗ്യാപ്പിൽ നമുക്ക് കൊടുക്കുന്ന ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാം. മിക്സിയിലൊക്കെ കോലം കണ്ടില്ലേ, നല്ല മോശമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റ കയ്യിലായതുകൊണ്ട് ക്യാമറ ഒരു കയ്യിൽ വെച്ചിട്ടല്ലേ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടെല്ലാം ഞാൻ തുറന്നു വെച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, അതിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ വേഗം അതൊക്കെ അടച്ച് നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കി വെക്കാം. ആ ഗ്യാപ്പിൽ ഇതങ്ങോട്ട് വേവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ പനീറും ഈ മഷ്റൂമും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല കുക്കായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് മഷ്റൂമും അതേപോലെ പനീറും ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ പനീറും മഷ്റൂമും ഒരു കുഞ്ഞു കഷ്ണം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തുവിടുക, കാരണം എല്ലാം വെള്ള, ആകെ മൊത്തം ഒരു ഡള്ള് ലുക്ക്. അപ്പോൾ ഒത്തിരി കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പച്ച കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. എനിക്കുണ്ടല്ലോ ഈ പനീർ കാണുമ്പോൾ, എസ്പെഷ്യലി ഇങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഇറൈസർ ഉണ്ടല്ലോ, നമ്മുടെ റബ്ബർ, പക്ഷെ റബ്ബർ എന്ന് പറയാൻ പാടില്ലല്ലോ, ഇറൈസർ എന്നല്ലേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇറൈസറിന് എപ്പോഴും ഓർമ്മ വരും എനിക്ക്. എന്നാലേ കറക്റ്റ് അതേ ലുക്ക്. ആരെങ്കിലും പറയൂ ഇത് പനീറാന്ന്, പക്ഷെ എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിൽ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിനെ എഗെയിൻ അടച്ചു വെച്ച് വേവിക്കാം. മണക്ക് വരുന്നുണ്ട് കേട്ടോ, നല്ല രസമല്ലേ മഷ്റൂം കിടക്കണതാണ്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ ഗ്രേവി കുറച്ചും കൂടി ലൂസായിട്ടോ, കാരണം എന്താ വെച്ചാൽ ഈ പനീറിനും അതേപോലെ മഷ്റൂമിനൊക്കെ കുറച്ചിങ്ങനെ വെള്ളം വരുമല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റായി. നേരത്തെ നമുക്ക് കുറച്ച് ടൈറ്റായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്നു. അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇവർ വേറെ എന്തൊരു സംഗതി ഉണ്ട്, കോഫ്റ്റയോ അങ്ങനെ എന്തോ ഒരു സാധനം അരച്ചൊക്കെ ചേർക്കാം, എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത്രേ വേണ്ടു. എന്നാൽ കസൂരി മേത്തിയില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ലേശം കേട്ടോ, ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവുമല്ലോ ഇതിന്. ഒരു ഇത് എന്തൊരു വലിയ എന്ന് വെച്ചാൽ ക്രിസ്റ്റൽസ് ഉണ്ടോ, എന്തൊരു വലുതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മതി, ഇത്ര മതി. നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് മതിയാവും. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കളറിന് മാറിയില്ലല്ലേ, ഇത്ര ബ്രൗൺ കളറായിട്ട് വന്നത്. ഫ്രഷ് ക്രീം ആഡ് ചെയ്തപ്പോൾ ഇതങ്ങനെ കളറ് മാറി, കുറച്ച് വൈറ്റിഷായി. കസൂരി മേത്തി എന്ന് പറയും. ഇത് നമ്മുടെ അങ്ങനത്തെ ഡിഷസിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഇടുന്നതാണ്. കുറച്ച് മാത്രം ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ച് ഇടുകയാണ് ചെയ്യുക. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഒരു ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. പക്ഷെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, വേറൊരു ഫ്ലേവർ ഉണ്ട്, അതൊരു സത്യമാണ്. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലാച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ലാസ്റ്റ് നമുക്കൊരു കുഞ്ഞു കഷ്ണം ബട്ടറും കൂടി ഇടാം. അയ്യോ അത് ഉള്ളിലേക്ക് പോയോ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ. അതാ ബട്ടറും കൂടി ഇട്ട് നമുക്കിതിന് അടച്ച് വെക്കാം. നമ്മുടെ അടുക്കള ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ 12:15 കേട്ടോ സമയം. അപ്പോൾ നമുക്ക് അടിച്ചു വാരി തുടയ്ക്കണം. അതിനേക്കാളും മുന്നേ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒരു ഹിബിസ്കസ് ടീ ഉണ്ടാക്കിയത്. വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ, 2 വലിയ ഗ്ലാസ്സാണ് വെള്ളം തിളപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ചെമ്പരത്തിയുടെ ഇതളുകളുണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വരാം കണ്ണാ, ഇപ്പം തന്നെ ചെമ്പരത്തിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അതിങ്ങനെ ആ കളറൊക്കെ ഈ വെള്ളത്തിലേക്കാണ് ആവുക. ഓക്കെ, ഇത് മതി. ഇനി നമുക്കിതൊന്ന് അരിക്കാം കേട്ടോ. നമ്മൾ അരിച്ചെടുത്തു കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് അറിയോ? ഇല്ലല്ലോ, നമുക്ക് ഇതിലേക്ക് ലെമൺ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. കണ്ടോ കളർ മാറണേ, റെഡ് കളർ. നോക്ക് പൊന്നു, അതിൽ കുറച്ച് കുറുണ്ട്. അതാണോ നീ ശ്രദ്ധിച്ചത്? ഞാൻ എത്ര കഷ്ടപ്പെട്ട് കാണിച്ചു തരുമ്പോൾ. അത് നമുക്ക് മാറ്റാം. കളർ നോക്കൂ, പർപ്പിൾ കളർ മാറിയിട്ട് ഇതിപ്പോൾ എന്ത് കളറാ? വെരി ഗുഡ്, ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചല്ലോ, താങ്ക് യു.
ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പഞ്ച അപ്പോൾ നമ്മൾ പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട്. കളറ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയാണ് കേട്ടോ എനിക്ക് ഇതിൻ്റെ റെസിപ്പി അയച്ചത്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ആദ്യം ഇഞ്ചി ഇടണമായിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യം ട്രൈ ചെയ്തപ്പോൾ അങ്ങനെയല്ല ചെയ്തത്. അത് ഞാൻ മറന്നുപോയി കേട്ടോ, അതൊരു അബദ്ധമായിരുന്നു. പക്ഷെ സാരില്ല, ഇങ്ങനെ കുടിച്ചാലും ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ടീ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പഞ്ചസാര ഉണ്ട് എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സാധനം പഞ്ചസാര. ലേശം ഇട്ടാലും മതി, ഒരു ലേശം മധുരത്തിന് വേണ്ടി പഞ്ചസാര കുറയ്ക്കുക. അപ്പോൾ നല്ലതായിരിക്കും കേട്ടോ, എന്നുവെച്ചാൽ ഹെൽത്തി ആയിരിക്കും. ഇതിപ്പോൾ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്താ പരിപാടി, നമുക്കിനി കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കാണ്ട് സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പാത്രമൊക്കെ കഴുകി. ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമുള്ളൊരു സമ്പ്രദായമാണ് കേട്ടോ, അങ്ങനെ ഇത്ര കാര്യമായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകണത്. അല്ലെങ്കിൽ സ്റ്റൗ വെറുതെ ഉച്ചയ്ക്കും രാത്രിയും തുണി കൊണ്ട് തുടയ്ക്കുക മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അഴുക്ക് വല്ലാണ്ട് പറ്റി പിടിച്ചിരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് ഉരച്ചിട്ട് അങ്ങനെ കഴുകും. എനിക്കറിയില്ല കേട്ടോ, ഇതിലും ബെറ്റർ വേസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഇല്ല, ഞാൻ ക്ലീനിങ്ങിൽ വളരെയധികം പുറകോട്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇനി ഒന്നുമില്ല, നമുക്ക് ഈ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി പിന്നെ അടിച്ചു വാരി തുടയ്ക്കണം. കംപ്ലീറ്റ്ലി അടിച്ചു വാരി തുടയ്ക്കണം. അതുകൊടുക്കനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞു. തല കുളിച്ചിട്ടില്ല കേട്ടോ, കാരണം ഇന്നലെ തല കുളിച്ചതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ തല കുളിക്കൽ ഡേ അല്ല. മേലൊക്കെ കഴുകി നമുക്കൊരു മോയ്സ്ചറൈസർ ഇടാം. സൺസ്ക്രീനും ഇടേണ്ടതാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പതിവില്ല. ഈ ചൂടത്ത് എനിക്ക് സൺസ്ക്രീനും കൂടി ഇടുന്നു പ്രാന്തെടുത്തിട്ടേ സഹിക്കാൻ പറ്റില്ല. എനിക്കൊരു എന്താ പറയുക, എന്തൊരു അസ്വസ്ഥത പോലെ തോന്നും. പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഇടാറുണ്ട്. രാവിലത്തെ സ്കിൻ കെയർ ഒക്കെ കണക്കാട്ടോ. എൻ്റെ ഗുരുവായൂരപ്പോ എൻ്റെ കഷണ്ടി ഇതിനടുത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചാലും വെളിച്ചം ഇവിടെ നിന്നും കൂടി വരുമ്പോഴേ നന്നായിട്ട് അറിയാണ്ട്. പക്ഷെ സെൻഡി ആക്കാൻ വേണ്ടിയിട്ട് ഒരു വെളിച്ചം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും. നമ്മുടെ ഫുഡ് റെഡി. കുട്ടിയുടെ ഏട്ടോ ചെമ്പരത്തി ടീ എങ്ങനെയുണ്ട് അല്ലേ? ലെമൺ ശരിക്കും ലെമൺ ടീ പോലെ തന്നെ ഉണ്ട് അല്ലേ? മാവ കുടിച്ചിട്ട് അഭിപ്രായം പറയൂ. അടിപൊളിയായിട്ടുണ്ട്. ഓ താങ്ക് യു സ്വീറ്റ് ഹാർട്ട്. നമ്മൾ സാലഡ് ഒന്നും ഉണ്ടാക്കില്ല. ഇനിയിപ്പോൾ സാലഡിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി തന്നെ പച്ചക്കറി ലോറി മറിഞ്ഞൊരു എഫക്റ്റാണ്. ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു, റൂമിലെത്തി. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 മണിക്കുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. നല്ല സമാധാനമായി. മോണിറ്റൈസേഷന് പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ കാണാനില്ല. ഇനി വ്യൂസിൻ്റെ കാര്യം പ്രശ്നമുണ്ട്. വ്യൂസിൻ്റെ കാര്യം ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിക്കുക. ആദ്യമൊന്നും അത്ര ഡിഫറൻസ് കാണിക്കില്ല. എന്ന് വെച്ചാൽ ഒരു 10,000 15,000 ആവണ വരെ അങ്ങനെ തന്നെയാണ് കാണിക്കുക, കറക്റ്റ് കാണിക്കും. അത് കഴിഞ്ഞ് പിന്നെ കൂടുന്തോറും നല്ലൊരു ഡിഫറൻസ് കാണിക്കും. പിന്നെ പതിയെ ഒരു 3 ദിവസം കഴിഞ്ഞാലൊക്കെയാണ് കറക്റ്റായിട്ടുള്ള വ്യൂസ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നത്. എനിക്ക് ഇത്തിരി വിഷമമുണ്ട് കേട്ടോ ആ കാര്യത്തിൽ. ഇത്തിരി ഭയങ്കര ഡെസ്പായിട്ടുള്ള കാര്യമാണ്. സാരമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തനിയെ ശരിയായിക്കോളും അല്ലേ? അപ്പം നമ്മൾ ഇനി വീഡിയോൻ്റെ ഒന്ന് ചെക്ക് ചെയ്യണം, കമൻസ് ഒക്കെ എങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ഇരുന്നിട്ട് ഞാൻ എല്ലാ കമൻസിനും ഹാർട്ട് ചെയ്യുക, മറുപടി ഒക്കെ എഴുതുകയൊക്കെയാണ് ചെയ്യാം. പിന്നെ നാളേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് വേണം നോക്കാൻ. നമുക്ക് ബിറ്റ്സ് ആഡ് ചെയ്യാനുണ്ട്, വയറ് കുറവ് കാണിക്കാനുള്ള വഴികൾ ഡ്രസ്സ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളത് പോയിൻറ്റ്സ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കാണിക്കണമല്ലോ എന്തൊക്കെ ഡ്രസ്സാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ കറക്റ്റായിട്ട് കാണിക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കൃത്യം ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫുൾ എഡിറ്റ് ചെയ്ത് എന്നിട്ട് വേണം നമുക്ക് ആ ബിറ്റ് ഷൂട്ട് ചെയ്യണം. അതും ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യണം, നാളേക്കുള്ള വീഡിയോ അല്ലേ. അപ്പോൾ അത് ചെയ്യാണ്ട് മാസ്ക് തുന്നണം ഇന്ന് നമുക്ക്. അങ്ങനെ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സമയം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അല്ലേ ബേബി? അങ്ങനെ ഏതാ? പെയിന്റിങ്. ഇന്ന് നമ്മൾ പെയിന്റിങ് ആണ് ചെയ്യാൻ വിചാരിക്കണേ അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മണിച്ചിത്രത്താഴാണ് കേട്ടോ കണ്ടത്. എന്ത് സിനിമയല്ലേ, നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല എന്നുള്ളതാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ലേ കാണുക. മണിച്ചിത്രത്താഴിൻ്റെ വിക്കി പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് പറയട്ടെ. ബോറാവോ? എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ സിനിമകളെ കുറിച്ച് പറയാനായിട്ട്. അത് ഞാൻ ഇടയ്ക്കും തലയ്ക്കും ഒന്ന് പറയണം ഇങ്ങനെ. ഇത് നമുക്ക് മലയാള സിനിമയിലെ ബെസ്റ്റ് മൂവിയിലൊന്നാണെന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. അത് കൂടാണ്ട് 20 വർഷമായി ഇതിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട്. 12 പ്രാവശ്യമെങ്കിലും ഒരു വർഷം കാണിക്കുന്നത്. അതായത് മാസത്തിൽ ഒരിക്കലെങ്കിലും വെച്ച് ഈ സിനിമ TV യിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും അതെ, ഇതിനാണ് ഏറ്റവും
ഏറ്റവും അധികം TRP റേറ്റിംഗ് കിട്ടണേന്ന് മണിച്ചിത്രത്താഴ് സിനിമയ്ക്ക്. വേറെ എത്ര സിനിമകൾ കാണിക്കണോ, എത്ര പുതിയ സിനിമകളൊക്കെ കാണിക്കണോ, എന്നാൽ പോലും ഈ സിനിമ മണിച്ചിത്രത്താഴ് സിനിമ വരുമ്പോഴാണ് അത്ര ഏറ്റവും അധികം TRP റേറ്റിംഗ് ഉള്ളത്. അത് മാത്രമല്ല, മണിച്ചിത്രത്താഴ് സിനിമയാണ് മോസ്റ്റ് റിവ്യൂഡ് ഹൊറർ ഫിലിം എന്ന് പറയുന്നത്. അതും സൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്കാണ് കേട്ടോ ഏറ്റവും അധികം റിവ്യൂസ് വന്നിട്ടുള്ളത് IMDb-യിൽ. അതിനെക്കാട്ടിനും കൂടുതലാണ് ഏറ്റവും അധികം. അത് എന്തൊരു പ്രൗഡായിട്ടുള്ള കാര്യമാണ് അല്ലേ, ഒരു മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഭയങ്കര അക്ലെയിംഡ് ആവാന്ന് പറയുന്നത്, എത്ര അധികം റിവ്യൂസ് ഒക്കെ വരാമെന്ന് പറയുന്നത് അടിപൊളിയല്ലേ ശരിക്കും. ഞാൻ വെറുതെ ബോറടിപ്പിച്ചു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. ഓക്കേ, നമുക്ക് നോക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ കമൻസ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. 2 പാക്കറ്റ് ഓറിയോ പ്ലസ് ഡയറി മിൽക്ക് പ്ലസ് മിൽക്ക് എല്ലാം കൂടി ചേർത്താൽ 5 ഇഡ്ഡലി. അയ്യോ അല്ല, ഞാൻ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 1 പാക്കറ്റ് ഓറിയോ ആണ്. 1 പാക്കറ്റ് ഓറിയോയും 1 ഡയറി മിൽക്കും പാലും എല്ലാം കൂടി ചേർത്തിട്ടാണ് 5 ഇഡ്ഡലി. പിന്നെ ദൃശ്യക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ചേച്ചിക്കുട്ടി കൺഗ്രാറ്റ്സ്, പെട്ടെന്ന് തന്നെ 5 lakh ആവട്ടെ കേട്ടോ, താങ്ക് യു സോ മച്ച്. ചിപ്പീസ് വേൾഡ് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. മാഗി ഉണ്ടാക്കുമ്പോൾ ഇവിടെ കുറച്ച് എഗ് ഫ്രൈ ചെയ്ത് കൂടെ ചേർക്കും. ഓക്കേടാ, അത് ശരിയാട്ടോ, അത് നല്ല അടിപൊളിയാണ്. നമ്മൾ ചിക്കൻ ഇട്ട കാരണമാണ് കേട്ടോ മുട്ട ചേർക്കാൻ. സിനിമ കണ്ട് കുറച്ച് സമയം പോയി. ഇപ്പം ഞാൻ അത് 3 മിനിറ്റ് എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് 22 മിനിറ്റിൻ്റെ ഫൂട്ടേജാണ്. നമുക്ക് എന്തായാലും തുടങ്ങാം. നമ്മുടെ എഡിറ്റിംഗ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു കേട്ടോ. കംപ്ലീറ്റ്ലി അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ബിറ്റ്സ് ആഡ് ചെയ്ത് ഇതാക്കേണ്ടത്. അപ്പോൾ നമുക്കിത് എത്ര പോയിന്റ്സ് ഉണ്ട് ഏതാന്നൊക്കെ കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല ഉറക്കം വരുന്നു ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, അങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കം വരിക. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഇന്ന് ഭയങ്കര ക്ഷീണം, ഒരു എനർജി കിട്ടുന്നില്ല. എന്നാൽ ആടി തൂങ്ങിയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് മാസ്ക് ഉണ്ടാക്കണം. ഇപ്പം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മാസ്ക് നമ്മുടെ ഇന്ദ്രൻ സാറ് ഉണ്ടാക്കിയിട്ടുള്ള ജയിലുള്ളവരുണ്ടാക്കി കൊടുക്കുന്നില്ലേ, അപ്പോൾ അതേപോലത്തെ ഒരു മാസ്ക് ഉണ്ടാക്കാം. വേറെ ഒരെണ്ണം ഞാൻ വേറൊരു ടൈപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഉള്ളിൽ ഈ മറ്റേ ആ ക്ലോത്ത് ഒന്നും വെക്കാത്തതാണ്, കുറച്ചുകൂടി സിമ്പിളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും വെക്കും അതുണ്ടാക്കിയിട്ട് ഏട്ടന് കുറച്ചുകൂടി കട്ടിയുള്ളതായിട്ടുള്ളത് ഉണ്ടാക്കാം. ഏട്ടനാണ് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ വേണ്ട, കാരണം ഏട്ടൻ കടയിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇത് ഇതിൻ്റെ താഴെ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്ര ദൂരെ ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇത് ഇത്ര ദൂരെ നടക്കണ്ടു, ഇവിടെ നിന്ന് അവിടെ വരെ നടന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ 6 മണി ആയിട്ടോ സമയം. മാസ്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും 6:30 ആവും. പക്ഷെ എന്നാലും സാലൊക്കെ എന്തായാലും ഇത് ഉണ്ടാക്കാം. പിന്നെ രാത്രിക്കുള്ളതൊക്കെ റെഡി ആണല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ചെമ്പരത്തി പൊട്ടിക്കണത്. ഇവിടെയാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. ഇങ്ങനെ അടുത്തടുത്താണ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇവിടെ നമുക്ക് പാർക്കിംഗ് ഇല്ല എന്നല്ല, എന്ന് വെച്ചാൽ ഇതില്ല, അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളതില്ല. വേറെ ക്വാർട്ടേഴ്സുകളിലുണ്ട്, ഇങ്ങനെ പല ക്വാർട്ടേഴ്സ് ഉണ്ട്. ABCDEF ഉണ്ട്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ മേപ്പെട്ടിക്ക് പോകും തോറും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടും. ഞാൻ ഫസ്റ്റ് ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് മുഖം കഴുകി ഉടുപ്പൊക്കെ മാറ്റിയിട്ട്, ഇമ്മക്കുട്ടി ഓൾറെഡി നടക്കാൻ പോകാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കും. ഇമ്മക്കുട്ടി ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുക്കൂ. അമ്പോ, അടിപൊളി. ഇമ്മക്കുട്ടി ആരെ പോലെ മുടി കെട്ടിയിരിക്കണ? നല്ലതാണോ ബബ്ലി? അപ്പോൾ നമ്മൾ നടക്കാൻ പോണേക്കാട്ടിന് മുന്നേ നമുക്കൊരു മാസ്ക് ഉണ്ടാക്കാം കേട്ടോ. കോട്ടന്റെ തുണി ഉണ്ട് നമ്മുടെ കയ്യില്, പിന്നെ ഇലാസ്റ്റിക് ഉണ്ട്. നമുക്ക് ചരട് വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു മാസ്ക് ഉണ്ടാക്കാം, വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിനകത്ത് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങല്ലേ ഉള്ളൂ, അത്രയ്ക്കല്ലേ ചെയ്യുള്ളൂ. അപ്പം അതിന് ഇത് മതിയാവും. പിന്നെ കുഞ്ഞുങ്ങൾ റിംഗ് ഇത് പൊട്ടി വീഴും. പിന്നെ നമ്മൾ എവിടെയും തൊടണമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു കൺസിഡറേഷനിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു ഫുൾ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കണക്കാക്കണ്ട. അതിന് നമുക്ക് അതിൻ്റേതായ മാസ്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇതെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു മാസ്ക് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് കളർഫുൾ തുണിയാണ്, പക്ഷെ നല്ല തുണിയാട്ടോ, കോട്ടൺ തുണിയാണ്. അതാ ഇത് തന്നെ എടുത്തത്. അത് ഞാൻ ഒരു തവണ ഒന്ന് മടക്കുന്നുണ്ട് കേട്ടോ. മടക്കിയതിന് ശേഷം ഞാനിങ്ങനെ ഇതേപോലെ ഫസ്റ്റ് ഞാൻ 10 ഇഞ്ചാണ് എടുക്കണത്. പിന്നെ ഈ നീളം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് എടുക്കണത്. നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താട്ടോ, നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആവണേന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഞാൻ ആ മടക്കി വെച്ചിരിക്കുന്ന തുണി അങ്ങനെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് 2 മടക്ക് കൊടുത്തിട്ട് സാധാരണ നമ്മൾ അടിക്കില്ലേ, അങ്ങനെ അടിക്കുക. അപ്പോൾ ഒരു ഭാഗം ഓൾറെഡി മടക്കുള്ള കാരണം അവിടെ നമുക്ക് ഇങ്ങനെ സൈഡ് മടക്കി അടിക്കേണ്ട ആവശ്യം വരില്ല. ബാക്കി 3 സൈഡ് മാത്രമേ ഇങ്ങനെ ഇതേപോലെ മടക്കി അടിക്കേണ്ടി വരുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ ഒരു പ്ലീറ്റ് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് പകുതിയായിട്ട് ഇങ്ങനെ മടക്കുകയാണ്. പകുതിയായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഒരു 1 ഇഞ്ച് നമ്മളിങ്ങനെ
ഇതാക്കി പിടിക്കുകയാണ്. വിരലുകൊണ്ട് തന്നെ ഇതേപോലെ പിടിച്ചിട്ട് ഇതേ കണ്ടോ ഇങ്ങനെ നമ്മൾ 2 ഭാഗവും ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ആ നടുഭാഗം ഉണ്ടല്ലോ, പ്ലീറ്റിൻ്റെ നടുഭാഗം ഇതേപോലെ വെക്കുമ്പോൾ നമുക്ക് പ്ലീറ്റ് ഏകദേശം ശരിയായി കിട്ടും. പ്ലീറ്റ് ഒന്നും കൂടി വലുതാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പിൻ വെച്ചിട്ട് അങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് വെക്കുക. സോ ദാറ്റ് അതങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് തുന്നുമ്പോൾ ഏതെങ്കിലും ഒരു സൂചി എന്തെങ്കിലും എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അതങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തുന്നുമ്പോൾ. മറുവശവും അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പുറത്തെ ഭാഗം അതേപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് നമ്മൾ സൈഡിൽ സ്റ്റിച്ച് കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ്. ഒരു പ്ലീറ്റ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഭയങ്കര എളുപ്പത്തിലാവുകയും ചെയ്യും. പക്ഷേ ഭയങ്കര കംഫർട്ടബിളും ആണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, എലാസ്റ്റിക് നമ്മുടെ ഒരു അളവിന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഒരുപാട് ഡീറ്റെയിൽ ട്യൂട്ടോറിയൽസ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഡീറ്റെയിൽസിലേക്ക് കടക്കാത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്കുള്ള മാസ്ക്. ഇനി ഏട്ടനുള്ള മാസ്കിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 8 ഇഞ്ചും പിന്നെ അതേപോലെ തന്നെ 8 ഇഞ്ചും 8 അങ്ങനെയാണ് എടുക്കണത്. ഇത് നമ്മുടെ ഇന്ദ്രൻ സാറിൻ്റെ വീഡിയോ അതിൻ്റെ ഒരു റെഫറൻസിലാണ് ചെയ്യണത്. കൃത്യം അതുപോലെയല്ല, പക്ഷെ അതിൻ്റെ ഒരു റെഫറൻസിലാണ് ഞാൻ ചെയ്യണത്. എന്നിട്ട് നമ്മുടെ ഈ ഇതില്ലേ കവറ്, നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുക അങ്ങനത്തെ കവറില്ലേ, അപ്പോൾ അതിൻ്റെ ക്ലോത്ത് മെറ്റീരിയലുള്ള കവറില്ലേ, പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ക്ലോത്ത് മെറ്റീരിയലുള്ളത്, ക്ലോത്ത് പോലത്തെ മെറ്റീരിയൽ, അത് ഞാൻ ഇതേ അളവിൽ ഇതിൻ്റെ ഒരു പൊടിക്ക് കുറഞ്ഞാൽ ആയിരിക്കും നന്നാവുക. ഈ ഒരു അളവിൽ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മാസ്കിൻ്റെ ഉള്ളിലേക്ക് ആവണം. പക്ഷേ എങ്ങനെ തുന്നാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കി വെച്ചിരിക്കുന്ന തുണി ഉണ്ടല്ലോ, അതിൻ്റെ മീതിയായിട്ട്, ഉള്ളിലല്ല അതിൻ്റെ മീതിയായിട്ട് ഇതേപോലെ വെക്കുക കേട്ടോ. കണ്ടോ, ഒരു പൊടിക്ക് കുറവാണെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു രീതിയിൽ. എന്നിട്ട് നമ്മൾ ഇതേ കണ്ടോ സൈഡ് ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തുണി നമ്മളിനി മറിച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേളിൽ വെച്ചിട്ട് അടിച്ചെടുക്കണത്. എന്നിട്ട് തുണി മറിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്ത് ഉണ്ടല്ലോ ഇത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഇത് മേടിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ മേടിക്കുക കേട്ടോ, നല്ലത്. ആ ഉള്ളിൽ വെക്കേണ്ട ക്ലോത്ത്. ഇതിപ്പോൾ ഇന്ദ്രൻ സാറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക്കിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ആ കവറുണ്ടല്ലോ അതിൽ നിന്ന് എടുത്താലും മതി. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടുള്ളത് എടുക്കുക. എന്നിട്ട് ഞാൻ ഏറ്റവും അറ്റത്തുള്ള വശം അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു 4 പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ യുക്തി പോലെ ഒന്നിങ്ങനെ മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. ഒരു 3-4 പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ 4 എണ്ണം ഇല്ല കേട്ടോ, 3 എണ്ണം ഇട്ട് കൊടുക്കണുള്ളൂ. എന്നിട്ട് സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. 2 സൈഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാസ്ക് റെഡിയാണ്. പിന്നെ എഗെയിൻ സൈഡിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. എലാസ്റ്റിക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടിട്ട് കൊടുക്കാം. എന്താണോ നമുക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാവുന്നതാണ്. ഭയങ്കര ലൈക്ക് കറക്റ്റായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഇമ്മക്കുട്ടിക്ക് ഞാൻ എഗെയിൻ മെഷർമെൻറ്റ് കുറച്ചു, ഒരു 5 ഇഞ്ചും 6 ഇഞ്ചും അങ്ങനെയാണ് എടുത്തത്. എന്നിട്ട് ഇതേപോലെ തന്നെ എൻ്റെ മാസ്ക് തുന്നിയില്ലേ, കളർഫുൾ മാസ്ക്. ഇപ്പോൾ നടക്കാറിങ്ങിയിരിക്കുക കേട്ടോ. 7 മണിയായി സമയം. എന്നാലും കണ്ടോ വെയിലൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ പൂക്കളൊക്കെ, എന്ത് രസാ. എൻ്റെ മാസ്ക് ഉണ്ടാക്കൽ എങ്ങനെ ഇഷ്ടപ്പെട്ടാ ഇമ്മക്കുട്ടിക്കോ? ഇമ്മക്കുട്ടി ശോകം വെച്ച് പറയണോ, ഇവയ്ക്ക് തീരെ ഇഷ്ടമില്ല. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചാമ്പയ്ക്ക. അപ്പോൾ ഇന്ന് നമ്മൾ ആ വഴി നടക്കുമ്പോൾ തൊട്ടടുത്താട്ടോ വീട്, അവിടെ നിന്ന് തന്നതാണ്. നമുക്കത് കഴിക്കാം കുട്ടി. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞു. ഞാൻ എക്സസൈസ് ചെയ്തില്ല കേട്ടോ, ഏട്ടൻ മാത്രമേ എക്സസൈസ് ചെയ്തുള്ളൂ. നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. മാത്രമല്ല നടന്നും കൂടി വന്നില്ല. അപ്പോൾ പിന്നെ അതൊരു എക്സസൈസ് ആയല്ലോ. ഒരു തവണ എക്സസൈസ് ചെയ്തു കുട്ടി. അപ്പോൾ നമ്മളിപ്പോൾ രാത്രിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ 2ഉം ബാക്കിയുണ്ട്, റൈസും ബാക്കിയുണ്ട്, കറിയും ബാക്കി. അപ്പോൾ നമ്മുടെ ഡിന്നർ ഉച്ചയ്ക്കലത്തെ അതേ ഡിന്നറാണ് കേട്ടോ. റൈസും കറിയും പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അത് പൈനാപ്പിൾ കേർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ബാക്കി കിട്ടിയത് ഇത്രയേ ഉള്ളൂ. 1 2 3 4 5. ഇത് ഞാനാണ്, ഇത് ഇമ്മക്കുട്ടി, ഇത് ഏട്ടൻ്റെ ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി. ഓ ശരി, എന്നെ കാടി നോക്കാൻ തോന്നുന്നുണ്ട്. പറഞ്ഞോണ്ട് ഏട്ടൻ ചോദിച്ചു. ഇനി രണ്ടാമത്തെ കളി ഞാൻ ജയിച്ചു കൂട്ടാ. ഇവിടെ ഒരാള് ഞാൻ ജയിച്ചത് ഭയങ്കര കരച്ചിലാണ്. തുണി കണക്കിന് മടക്കി വെക്കാനായിട്ട് എനിക്കൊരു ഹോൾ വീഡിയോ കഴിഞ്ഞാലത്തെ അവസ്ഥ എങ്ങനെ എപ്പോഴും അതിനി വേണ്ട രീതിയിൽ എടുത്തൊക്കെ വെക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. നല്ല രസമായിരുന്നു കേട്ടോ പാമ്പും കൂടി കളിച്ചിട്ട്. ഇമ്മയുടെ കാര്യം എപ്പോഴും ഫസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു. ഇത്രയും അധികം തുണികൾ നമുക്കിനി മടക്കി വെക്കാറുണ്ട്. അവിടേക്കൊന്ന് ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. നാളത്തേക്കുള്ള വീഡിയോ ഓൾറെഡി സെറ്റാണ്, കുറച്ച് മാത്രമേ എഡിറ്റിംഗ് ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിന്ന് എന്തായാലും നേരത്തെ കിടന്നുറങ്ങാം.
നമ്മുടെ ഒതുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ, എല്ലാം സെറ്റായി. നമുക്ക് എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വ്ളോഗ് ആകെ കാഗ്രിപിക്കലായിട്ടാണ് കിടക്കണം. എനിക്കറിയില്ല എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ചക്കര, ബൈ.